സാറ് വല്ലതും കഴിച്ചായിരുന്നോ? എവിടുന്ന്? ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചാ? അവൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമാണെന്ന് ഓർത്തില്ല. അതെങ്ങനെ? വരുന്ന വഴിക്ക് വല്ല കടയും കാണണ്ടേ? എല്ലാം അകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, ചെന്ന് കഴിക്കാൻ നോക്ക്. വാ സാറേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ല, സാറിന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. ആ, പേരിലെന്തിരിക്കുന്നടാ? നിന്റെ പേര് ഞാൻ ചോദിച്ചില്ല. ആ, അതൊക്കെ പോട്ടെ. എൻ്റെ പേര് ആൽബി, ഒരു ഫോട്ടോഗ്രാഫറാണ്. കറണ്ട് പോയല്ലോ. ഞാൻ പോയി തിരി എടുത്തോണ്ടില്ല സാറേ, ഇനി കറണ്ട് നോക്കണ്ട. എങ്ങോട്ടാ? ഏയ്, വെറുതെ ഇതിലേക്കൊന്നും നടക്കാൻ കുറച്ച് സ്റ്റിൽസ് എടുക്കണം. പരിചയമില്ലാത്ത സ്ഥലങ്ങളാ, ഒറ്റയ്ക്ക് പോണ്ട. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നു. പക്ഷെ ഇവിടുത്തെ അനുഭവങ്ങളും നിങ്ങൾക്ക് പുതിയതായിരിക്കും. മനസ്സിലായില്ല. അവനും കൂടി വരട്ടെ, നിങ്ങൾക്ക് വേണ്ട സ്ഥലങ്ങൾ അവൻ കാണിച്ചു തരും. ഇതിലും വലിയ കാട്ടിലൂടെ രാത്രി ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, പിന്നില്ലേ ഈ കാട്. സാറേ, സാറേ നിൽക്ക്, ഞാനിവിടെ വരുന്നു. നീ എന്തിനാ ഓടിപ്പിടിച്ചു വന്ന്? ചാച്ചൻ പറഞ്ഞോട്ട് തന്നെ സാറിന് ഒറ്റയ്ക്ക് വിടണ്ടെന്ന് പറഞ്ഞു. അതാരോ നിന്റെ? എൻ്റെ ആരുമല്ല, ചാച്ചനെ ഈ സ്ഥലം നോക്കാൻ വേണ്ടി അലക്സ് സാർ ഏൽപ്പിച്ചേക്കുന്നത്. അയാൾക്ക് ഞാൻ വന്ന അത്ര പിടിച്ചിട്ടില്ലെന്നാ തോന്നണേ. ചാച്ചൻ്റെ സ്വഭാവം അങ്ങനെയാ. ചാച്ചൻ പണ്ട് പട്ടാളത്തിലായിരുന്നു, എല്ലാവരോടും അങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നേ. മാത്രവുമല്ല, അവിടെ ആരും താമസിക്കാറില്ല. അതെന്താ? ശ്മശാനത്തോട് ചേർന്ന് കിടക്കുന്ന വീടല്ലേ, അവിടെ പ്രേതശല്യം ഉണ്ടെന്നാ പറയുന്നത്. പ്രേതോ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ചത്തെന്നാ പറയുന്നത്. അയാൾ ആരാണെന്ന് അറിയില്ല, പക്ഷെ പ്രേതം കൊന്നെന്നാ പറയുന്നത്. കൊള്ളാലോ. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ വല്ല സ്ഥലങ്ങളും ഉണ്ടോ? കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടവും വെള്ളച്ചാട്ടമുള്ള സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്തോരം? കുറച്ച് പോയാൽ കൊള്ളാം, കിടിലം പ്ലേസ്. ഇവിടെ ടൂറിസ്റ്റുകളൊന്നും വരാറില്ലേ? അങ്ങ് താഴ്വാരം വരെയൊക്കെ വരും, പക്ഷെ ഇങ്ങോട്ടാരും വരാറില്ല. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാ. എടാ, നമുക്ക് കുറച്ച് മുകളിലേക്കൊന്ന് പോയി നോക്കിയാലോ? സാർ മുകളിലോട്ടൊന്നും പോകണ്ട, അവിടെ ചെകുത്താങ്കുന്ന. ചെകുത്താങ്കുന്നോ? ആ, അങ്ങ് മലയുടെ താഴെ വലിയൊരു ഗുഹയുണ്ട്. ഗുഹയോ? ആ, വലിയ ഗുഹ. അതിന്റെ വലുപ്പം ആർക്കും അറിയത്തില്ല. അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കണ്ണുപോലും കാണത്തില്ല. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അങ്ങോട്ടാരും പോവാറില്ല, അതിൽ നിറച്ച് പോവാല. പണ്ടൊരു ഓഫീസർ അതിൻ്റെ പോയി നോക്കിയതാ, അയാളുടെ ശവം കിട്ടിയത്. അതുപോലെ കുറേ സാഹിബ്മാർ ഇതിലും വലിയ ക്യാമറയായി പോയതാ. കുറേ പോയപ്പോൾ അവരെന്തോ കണ്ട് പേടിച്ച് തിരിച്ചു വന്നു. എടാ, അതിനു മുമ്പിൽ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അതില്ല, മറ്റേ ചാച്ചനറിഞ്ഞ. നീ ഒന്ന് വാട. സാറേ, ഇതാ ഞാൻ പറഞ്ഞ ഗുഹ. സാർ അവിടെ വന്നാൽ മതി, അകത്തോട്ടൊന്നും പോകണ്ട. നമുക്കൊന്ന് കയറി നോക്കാടെ. ഏയ് വേണ്ട, എനിക്ക് പേടിയാ. ഞാൻ പറഞ്ഞില്ല ഈ സ്ഥലം ചെയ്തതെന്ന്. കേറി വാട. ഒന്നുമില്ലല്ലോ, നീ ഒരു ആങ്കൊച്ചല്ലേ.
ഇതിൻ്റെ അകത്താ മറ്റേ ഓഫീസറിൻ്റെ പ്രേതം ഉണ്ടെന്ന് പറയുന്നത്. ആ സായിപ്പന്മാർ അതിനെ കണ്ടാ പേടിച്ചോടിയെന്ന് പറയണേ. നിനക്ക് പേടിയാണെങ്കിൽ നീ വരണ്ട, പ്രേതം ഉണ്ട് പോലും. സാറേ വേണ്ട, ചാച്ചറിഞ്ഞാൽ കുഴപ്പമാവും. ഓടെ നിന്റെ ഒരു ചാച്ചൻ. സാറേ പോകണ്ട. അയ്യോ, സാറേ സാറേ നീ എന്തിനാ നിന്നെ വിളിച്ചേ? നീ പറഞ്ഞു ഒന്നിനെ ഞാനായിട്ട് അത് കണ്ടില്ല. വാ സാറേ, നമുക്കിവിടെ നിൽക്കണ്ട, ഇരുട്ടി തുടങ്ങി. ഛേ, അതിനകത്തേക്കൊന്ന് പോകാനും പറ്റിയില്ല. ഇവിടെയാണോ നീ പറഞ്ഞ ആള് മരിച്ചു വിടുന്നത്? ദാ ഇവിടെ ഒരാൾ മരക്കുറ്റി വയറ്റിൽ കുത്തി മരിച്ചത്. സാറേ ഇത് അങ്ങോട്ട് പോകണ്ട. ഹാ, നീ ഇത്ര പേടിത്തൂർന്നായി പോയല്ലടാ. സാറേ നല്ല മഴ വരുന്നുണ്ട്, നമുക്ക് പോയേക്കാം. ഹാ, നിന്റെ ഒരു കാര്യം. ഇത്രയും സമയം എവിടെയായിരുന്നു? ആ, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു, കുറച്ച് ഫോട്ടോസ് എടുത്തു. സമയം പോയതറിഞ്ഞില്ല. കുറച്ച് വെള്ളം തരാമോ?
എവിടേക്കാ? ഞാൻ ദേ ഇപ്പൊ വരാം. നീ പുറത്തോട്ടൊന്നും പോകണ്ട. നിങ്ങൾക്ക് എന്താ ഞാനൊന്ന് പുറത്തേക്ക് പോയെന്ന് വെച്ച്? നിങ്ങളുടെ പട്ടാള ഭരണമൊന്നും എന്നോട് വേണ്ട. ഞാനിവിടെ തങ്ങണ വേണ്ട, നിങ്ങളിവിടെ തങ്ങണേന്ന് അവൻ പറഞ്ഞത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പൊക്കോ, എനിക്ക് ആരെയും സഹായം ആവശ്യമില്ല. നിനക്ക് തീർച്ചയായിട്ടും എന്റെ സഹായം ആവശ്യമാകും. നീ എവിടെയെങ്കിലും പൊക്കോ. എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ സമയത്ത് പുറത്തിറങ്ങണ്ടാന്ന്. വല്ല ദുസ്വപ്നം കണ്ടു കാണും.